ശബരിമല സ്വർണ്ണ വിവാദത്തിൽ ഉൾപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൽ പ്രധാനം സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരിക്ക് മറ്റൊരു കമ്പനി കൂടിയുണ്ട്, മന്ത്ര ഗോൾഡ് കോട്ടിങ്സ്. രണ്ടും പ്രവർത്തിക്കുന്നത് ഒരേ കോമ്പൗണ്ടിൽ. ഇതാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഫാക്ടറി, ഈ കാണുന്നതാണ്. ഇതിനോട് ചേർന്നിരിക്കുന്ന ഈ പുഷ്പാലങ്കൃതമായ കെട്ടിടമാണ് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ്. ഈ രണ്ട് സ്ഥാപനത്തിൻ്റെയും GST അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ 2 പോസ്റ്റ് ഓഫീസാണ് കാണിക്കുന്നത്. അത് ദുരൂഹമാണ്. 2 മേൽവിലാസങ്ങളിൽ എന്തിനാണ് തൊട്ടടുത്തുള്ള 2 കമ്പനികൾ ഒരേപോലെ പ്രവർത്തിക്കുന്നത്? സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയം ഉയരുന്നത് അവർ 2011 ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ്. അതിൽ അവകാശപ്പെടുന്നത് 2009 നിരവധി സ്വർണം പൂശൽ നടപടികൾ ശബരിമല സന്നിധാനത്ത് നടപ്പാക്കിയെന്നാണ്. ഈ പോസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ശബരിമല കന്യമൂല ഗണപതി സന്നിധിയിലും മാളികപ്പുറത്തമ്മ സന്നിധിയിലും നാഗരാജ ശ്രീകോവിലിലും സ്വർണം പൂശി എന്നുള്ളതാണ്. അപ്പോൾ 2009 മുതൽ ദേവസ്വം ബോർഡ് സന്നിധാനത്തെ സ്വർണം പൂശൽ ജോലികൾ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ചിരുന്നോ? അവർക്ക് എന്താണ് അതിന് യോഗ്യത? എങ്ങനെയാണ് ഈ കമ്പനിയെ തെരഞ്ഞെടുത്തത്? ഇതിനെല്ലാം ഉത്തരം ദേവസ്വം ബോർഡാണ് പറയേണ്ടത്. ഏതായാലും സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ദേവസ്വം വിജിലൻസ് മൊഴിയെടുത്തു. അതേസമയം 2019 ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയപ്പോഴും തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ഇക്കാര്യം ദേവസ്വം വിജിലൻസ് അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, സന്നിധാനത്തെ വിലപിടിപ്പുള്ള എന്ത് സാധനങ്ങളുടെയും ഇടപാടുകൾ ദേവസ്വം വിജിലൻസ് അറിഞ്ഞിരിക്കണമെന്നാണ് നിയമം. പാളികൾ കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നതും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടില്ലെന്ന് അന്നത്തെ SP P ബിജോയ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എതിർക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും ഒഴിവാക്കി തന്നെയാണ് 2019 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു കൊടുത്തിരിക്കുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.